പ്രശ്നങ്ങൾ വരുമ്പോഴാണ് മനുഷ്യന്മാർ സ്ട്രോങ് ആവണേന്ന് ഏതോ മഹാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ പറയാം. മിനി പോഡ്കാസ്റ്റിനിടയിൽ ഞങ്ങൾക്കും അങ്ങനെ ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നക്കാരൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ആള് തന്നെയാട്ടോ. ഞങ്ങൾ വൺ സ്കൂപ്പിന്റെ ഉയർച്ചയും താഴ്ചയും കണ്ട ആള്. ദേ ഇവനാണ് ആ മുതല്. എന്ത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടെന്നല്ലേ പറയാം. ആ പരിഹാരത്തിന് വേണ്ടി ഞങ്ങളുടെ ആളെ എറണാകുളത്തുള്ള ബീപ്രോയ്ക്ക് കൊണ്ടുവന്നാക്കി. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് ഫ്ലേവേഴ്സ് ഓഫ് വൺ സ്കൂപ്പിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കലൂരുള്ള മുബാറക്കിലേക്കാണ്. അങ്ങനെ ഒരാഴ്ചക്ക് ശേഷം നമ്മൾ കൊടുത്തേപ്പിച്ച ആളെ തിരിച്ചു കൊണ്ടുവരാൻ പോവാണ്. ആൾക്ക് യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾ തമ്മിൽ എന്തോ മിസ്കമ്മ്യൂണിക്കേഷൻ മാത്രമാണെന്നാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യം നടന്നാൽ ഞങ്ങൾ വൺ സ്കൂപ്പിന്റെ പോളിസി എന്ന് പറയുന്നത് ജയെ പോയി ഒരു പപ്സും ഒരു കാപ്പിയും കുടിക്കണം എന്നാണ്. 2016 സെന്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരിയിൽ ഡിഗ്രി പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലുള്ള ബന്ധമാണ് എഗ് പപ്സ് ആയിട്ട്. അതിപ്പോ ഏകദേശം 9 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജയയിലെ പപ്സ് ഡിഫറെന്റ് ആണ്, എന്തൊരു യുണീക്ക് ടേസ്റ്റ് ആണ് അതിന്. അതുകൊണ്ട് തന്നെ ഒരെണ്ണം കഴിഞ്ഞപ്പോൾ അടുത്തത് ഓർഡർ ചെയ്തു. അപ്പൊ ഒന്നേ പറയാനുള്ളൂ, വൺ സ്കൂപ്പ് സ്റ്റുഡിയോസ് റീബിൽഡ് തുടരും.